ഹായ് പ്രിയമുള്ളവരെ, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇന്ത്യയുടെ 78ാം സ്വതന്ത്ര ദിന നിറവിലാണല്ലോ നമ്മളെല്ലാവരും. ഈ ലോകത്തുള്ള രാജ്യങ്ങളെക്കാൾ ഏറ്റവും ഉത്തമമായ നാട് എൻ്റേതാണ് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. പിറന്ന നാടിൻ്റെ വിലയറിയണമെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്താണ് ജീവിക്കുന്നതെങ്കിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ പിറന്ന നാടിൻ്റെ വിലയും സ്വാതന്ത്ര്യത്തിൻ്റെ വിലയും അറിയുകയുള്ളൂ. മാതൃരാജ്യത്ത് തിരിച്ചെത്തിയാൽ എന്തോ ഒന്ന് അധികം ലഭിച്ചതായി നമ്മൾക്കെല്ലാവർക്കും ഫീൽ ചെയ്യാറുണ്ട്. ആ ഫീൽ ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സൂര്യനുദിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുൻപിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ പാഴ്സിയെന്നോ ജൂതനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ ഒറ്റ സമരത്തിൽ നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം. ഇന്ന് നാം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യം എത്ര പുരോഗതി നേടി എന്നതിൽ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. കാരണം അതേക്കുറിച്ച് എല്ലാ ഇന്ത്യക്കാരും ബോധവാന്മാരാണ് താൻ. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന വെള്ളക്കാരുടെ തന്ത്രത്തിന് മുന്നിൽ ഒന്നിച്ചു മുന്നേറുക എന്ന നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ തന്ത്രത്തിന്റെ വിജയമാണ് സ്വാതന്ത്ര്യം. ഇപ്പോൾ നമ്മൾ ആസ്വദിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ശ്രീ പണ്ഡിറ്റ് നെഹ്റുജിയുടെ ദീർഘവീക്ഷണമാണ്. രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ പറയത്തക്ക ഒരു ഉൽപാദനവുമില്ലാത്ത രാജ്യം ഇന്ന് 78ാം നിറവിൽ ഇത്രയും പുരോഗതി നേടിയതിന്റെ പിന്നിൽ നമ്മുടെ ദേശത്തിന്റെ മുഴുവൻ നേതാക്കളുടെയും പങ്ക് വിസ്മരിക്കുകയാണ്. ഈ അവസരത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ സമരത്തിൽ പങ്കെടുത്തവരെ പേരെടുത്ത് ഓർക്കുക എന്നത് നമ്മുടെ സമയപരിധിയിൽ നിൽക്കുന്ന കാര്യമല്ല എന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇന്ന് ലോകം മുഴുവൻ അസ്വസ്ഥമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങൾ കുറേ രാജ്യങ്ങൾ അസ്വസ്ഥരാണ്. ചില ഭാഗങ്ങളിൽ യുദ്ധം ഭീഷണി മൂലവും നേരിട്ട് യുദ്ധമുഖത്ത് നിൽക്കുന്ന രാജ്യങ്ങളും ചില മേഖലകളിൽ നമുക്ക് കാണാം. ഇതൊന്നും അല്ലാത്ത സ്ഥലത്ത് പരസ്പരം ആഭ്യന്തര യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളും വിദൂരമല്ല. എല്ലാ ദേശത്തിൻ്റെയും സമാധാനം നിലനിർത്തുക എന്നതാണ് പരമപ്രധാനം. ഇതൊന്നുമല്ലെങ്കിൽ പ്രകൃതി ദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും എന്തെങ്കിലും അസ്വസ്ഥതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നെങ്കിൽ ആഭ്യന്തര യുദ്ധം, അല്ലെങ്കിൽ അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, അതുമല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രയാസം നേരിടുന്ന കുറേ രാജ്യങ്ങൾ, ആഭ്യന്തര കലാപം മൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന കുറേ രാജ്യങ്ങൾ. ഇങ്ങനെ ലോകത്തിന്റെ ഓരോ ഭാഗത്തും ഓരോരോ പ്രയാസങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ജനതയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് മുൻപ് മുതൽ ഉള്ള ദീർഘവീക്ഷണം ഉള്ള നമ്മുടെ നേതാക്കളുടെ പേരെടുത്ത് പറയുന്നില്ല എങ്കിലും രാഷ്ട്രപിതാവ് ഗാന്ധിജി മുതലുള്ള നമ്മുടെ നേതാക്കളുടെ ദീർഘവീക്ഷണം നീണ്ട 78 വർഷം രാജ്യത്തിന്റെ പുരോഗതിയായി മാറ്റാനും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ നമ്മുടെ രാജ്യത്തിന് സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രധാന ഘടകം. നമ്മൾ മലയാളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ വയനാട് ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ആഘോഷം നമ്മുടെ മനസ്സിൽ കടന്നു വരിക എളുപ്പമല്ല. എന്നാലും ഇത്രയും സൗഭാഗ്യങ്ങൾ നിറഞ്ഞ നമ്മുടെ നാടിനെ ഓർത്ത് സന്തോഷിക്കാൻ ഓരോ ഇന്ത്യക്കാരനും ഓരോ നിമിഷം മാറ്റിവെക്കും എന്ന് സംശയമില്ലാതെ പറയാം. ദുഃഖങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു നിമിഷ നേരത്തേക്കെങ്കിലും നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൽ ആഘോഷങ്ങളിൽ പങ്കുചേരാം. ദുരിതം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാം. ഈ സ്വാതന്ത്ര്യദിനത്തിൽ MTM പൊളിറ്റിക്കൽ ടോക്ക് എന്ന ഈ ചാനലും പങ്കുചേരുകയാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. ജയ് ഹിന്ദ്.